ഭാഗം 7 സ്നേഹിത തുടർന്ന് കേൾക്കുക. കുട്ടി എന്ത് ചെയ്യുകയാണ്? പഠിക്കുകയാണോ? അഞ്ജന ചോദിച്ചു. ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണ് ചേച്ചി. അടുത്തുള്ള വീട്ടിലെ കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ടീച്ചറാണല്ലേ? ഇഷാനിയെ നോക്കിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു. ഇഷാനി ഒന്ന് പുഞ്ചിരിച്ചു. അമ്മേ, മോള് നന്നായി പാട്ട് പാടും. മല്ലിക ഇഷാനിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, നന്നായി പാടുമെന്നോ? മല്ലികയെ നോക്കിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചു. അതേ അമ്മേ, ഞാൻ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഇഷാനിമോള് ശ്രീകോവിലിൽ നിന്ന് പാടുകയായിരുന്നു. എന്ത് നല്ല സ്വരമായിരുന്നു എന്നറിയാമോ? മല്ലിക പറഞ്ഞു. ഇഷാനി പാട്ട് പഠിച്ചിട്ടുണ്ടോ? അഞ്ജന ചോദിച്ചു. ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, നൃത്തമാണ് പഠിച്ചത്. ആഹാ, അപ്പോൾ ഒരു സർവകലാ വല്ലഭയാണ്, അഞ്ജന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് പാട്ടൊന്ന് കേൾക്കണം, മുത്തശ്ശി പറഞ്ഞു. അയ്യോ വേണ്ട മുത്തശ്ശി, ഇഷാനി അല്പം നാണത്തോടെ പറഞ്ഞു. മോള് നാണിക്കൊന്നും വേണ്ട, ഇവിടെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു 2 വരി പാടിയാൽ മതി. മല്ലിക പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് മോളുടെ സ്വരം ഒന്ന് കേൾക്കാൻ കൊതിയായി. അയ്യോ, ഈ അമ്മ വെറുതെ പറയുന്നതാ, മല്ലികയെ നോക്കി ഇഷാനി പറഞ്ഞു. ഞാൻ അങ്ങനെ വലിയ പാട്ടുകാരിയൊന്നുമല്ല, ഞാൻ പാട്ടും പഠിച്ചിട്ടില്ല, ഇഷാനി നിർവികാരതയോടെ പറഞ്ഞു. കുയിൽ പാട്ട് പാടുന്നത് പഠിച്ചിട്ടാണോ? മുത്തശ്ശി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ അമ്മ എന്തിനാ നിർബന്ധിക്കുന്നത്? അല്പം നീരസത്തോടെ ചോദിച്ചു. പിന്നെ ഇവളെന്തിനാ മല്ലികേടത്തി അമ്മയെന്ന് വിളിക്കുന്നത്? മല്ലികേടത്തി ഇവളുടെ അമ്മയാണോ? ലത അല്പ ദേഷ്യത്തിൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇഷാനിക്ക് സങ്കടം തോന്നി. ലതേ, മുത്തശ്ശി ഉച്ചത്തിൽ വിളിച്ചു. നീ അതിര് കിടക്കുന്നു, മുത്തശ്ശി ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ ഈ അമ്മയെ അമ്മയെ എന്ന് വിളിച്ചത് ഈ അമ്മയെ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ അമ്മയെപ്പോലെ തോന്നി, അതുകൊണ്ടാണ്. അത് പറയുമ്പോൾ ഇഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കേട്ടപ്പോൾ ലത ഒഴികെ എല്ലാവർക്കും സങ്കടമായി. മുത്തശ്ശി ദേഷ്യത്തിൽ ലതയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. 10 മാസം ചുവന്ന് പ്രസവിച്ചു എന്ന് വെച്ച് ആരും അമ്മയാകില്ല. അവളുടെ കടമകൾ നിർവഹിക്കുമ്പോഴാണ് അവൾ അമ്മയാകുന്നത്. നീ സഞ്ജുവിനെ പ്രസവിച്ചിട്ടും അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിത്തരാൻ അവൻ മല്ലികയോടാണ് പറയുന്നത്. നിന്നോടെന്താ പറയാത്തത്? മല്ലികയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ദേവയാനിയമ്മ പറഞ്ഞു. അവനറിയാം അവൻ്റെ അമ്മയുണ്ടാക്കുന്നത് അവന് തിന്നാൻ കൊള്ളില്ല എന്ന്. ഈ കുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം ഈ കുട്ടിക്ക് നല്ല ദൈവാധീനമുണ്ടെന്ന് ഇഷാനിയെ നോക്കിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു. ഈ കുട്ടി മല്ലികയെ അമ്മയെന്ന് വിളിച്ചത് മല്ലികയുടെ പുണ്യമാണ്. മുത്തശ്ശിയുടെ ദേഷ്യപ്പെട്ട ആ വാക്കുകളെല്ലാം ലതയെ ചൊടിപ്പിച്ചു. അമ്മ, ഈ പീറ പെണ്ണിൻ്റെ കാങ്ക എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണ്, അതും പറഞ്ഞ് ലത ചാടി എഴുന്നേറ്റു. ഈ അപമാനം സഹിച്ചുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, അതും പറഞ്ഞ് ലത അകത്തേക്ക് പോയി. അമ്മേ, പോട്ടമ്മേ, ലതയുടെ സ്വഭാവം അമ്മയ്ക്കറിയില്ലേ? മല്ലിക ചോദിച്ചു. മാമി പിണങ്ങിപ്പോയെന്ന് തോന്നുന്നു, അഞ്ജന ലത പോകുന്നത് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ പിണങ്ങുകയാണെങ്കിൽ പിണങ്ങട്ടെ, മുത്തശ്ശി അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. എൻ്റെ കാങ്ക ലത ആൻറ്റിയോട് മുത്തശ്ശി അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ലത ആൻറ്റിക്ക് അത് വലിയ അപമാനമായി തോന്നിക്കാണും. നീ വന്നപ്പോൾ തൊട്ട് നിന്നെ അപമാനിക്കുന്നവളുടെ സൈഡ് നീ എന്തിനാ പിടിക്കുന്നത്? മുത്തശ്ശി ചോദിച്ചു. ഞാൻ കാരണം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഈ വീട്ടിലെല്ലാവരും പരസ്പര സ്നേഹത്തോടെയാണ് കഴിയുന്നതെന്ന് ഈ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കിട്ടാൽ അതെനിക്ക് വലിയ വിഷമമാണ്. അതും പറഞ്ഞ് ഇഷാനി എഴുന്നേറ്റു. ഞാൻ പോകുകയാണ് മുത്തശ്ശി, അവൾ പറഞ്ഞു. ദേവയാനി അമ്മ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് വന്നു. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. മോള് വിഷമിക്കേണ്ട, ലതയുടെ സ്വഭാവം ഇടയ്ക്ക് അങ്ങനെയാ. അവൾക്ക് ആരോടെ എന്താ പറയണ്ടേന്ന് അറിയില്ല, അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട, ദേവയാനിയമ്മ പറഞ്ഞു. മോള് പോകുന്നതിന് മുമ്പ് ആ പാട്ടൊന്ന് പാടി എന്നെ കേൾപ്പിച്ചില്ല, ദേവയാനിയമ്മ നീരസത്തോടെ പറഞ്ഞു. അത് മുത്തശ്ശി, ഞാൻ എപ്പോഴെങ്കിലും ആ പാട്ട് പാടി കേൾപ്പിക്കാനി പറഞ്ഞു. മോളിനി എന്നാ ഇങ്ങോട്ട് വരുന്നത്? ദേവയാനിയമ്മ ചോദിച്ചു. മല്ലികാമ്മ ക്ഷേത്രത്തിൽ വരുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ മുത്തശ്ശിയെ കാണാൻ വരാം, ഇഷാനി ചെറുചിരിയോടെ പറഞ്ഞു. ശരി, മുത്തശ്ശി ചിരിച്ചു. അമ്മ എത്ര നേരമായി ഒരേ ഇരിപ്പിരിക്കുന്ന? അമ്മ പോയി അല്പനേരം റെസ്റ്റ് ചെയ്യ്, മല്ലികയെ നോക്കിക്കൊണ്ട് ഇഷാനി പറഞ്ഞു. ഞാൻ മോളെ വിട്ടിട്ട് റെസ്റ്റ് എടുത്തോളാം, മല്ലിക പറഞ്ഞു. അത് വേണ്ട, അമ്മ ഇപ്പം തന്നെ പോയി കിടക്കണം, ഞാൻ പോകുന്നതിന് മുമ്പ്, ഇഷാനി പറഞ്ഞു. മോള് പറഞ്ഞ് ശരിയാ മല്ലികയെ, റെസ്റ്റ് എടുക്കുക, മുത്തശ്ശി മല്ലികയോട് പറഞ്ഞു. അഞ്ജന വന്ന് മല്ലികയുടെ കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വാ മല്ലികാമേ, നമുക്ക് റൂമിലേക്ക് പോകാം. വേണ്ട മോളെ, ഇപ്പം എനിക്ക് ക്ഷീണമൊന്നുമില്ല, മല്ലിക പറഞ്ഞു. മല്ലികാമയെ ഞാൻ റൂമിൽ കിടത്തിയിട്ടേ പോകൂ, അതും പറഞ്ഞ് ഇഷാനിയും അഞ്ജനയും കൂടെ മല്ലികയുടെ ഇരുവശങ്ങളിലായി പിടിച്ചു. ഈ കുട്ടികളുടെ കാര്യം അതും പറഞ്ഞ് അവരോടൊപ്പം മല്ലിക റൂമിലേക്ക് പോയി. റൂമിൽ കൊണ്ട് കിടത്തിയിട്ട് ഇഷാനി പറഞ്ഞു. ഞാൻ പോവാണമ്മേ. ഇഷാനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശരി മോളെ, മല്ലിക പുഞ്ചിരിയോടെ പറഞ്ഞു. ഹാളിലേക്ക് വന്ന ഇഷാനി അഞ്ജലിയോടും മുത്തശ്ശിയോടും യാത്ര പറയാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശി പറഞ്ഞു. ഒറ്റയ്ക്ക് പോകണ്ട മോളെ, ഡ്രൈവറോട് പറഞ്ഞാൽ കാറിൽ കൊണ്ടാക്കാൻ പറയാം. അത് വേണ്ട മുത്തശ്ശി, ഞാൻ ഇവിടുന്ന് ഓട്ടോയ്ക്ക് പൊക്കോളാം, ഇഷാനി പറഞ്ഞു. അത് വേണ്ട, തനിച്ച് നിന്നെ വിടുന്നില്ല, അതും പറഞ്ഞ് മുത്തശ്ശി അഞ്ജനയോട് പറഞ്ഞു. അഞ്ജനമോളെ, ഡ്രൈവറോട് കാർ എടുക്കാൻ പറ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി, അഞ്ജന പറഞ്ഞു. അഞ്ജനയും മുത്തശ്ശിയും ഇഷാനിയും കൂടെ പൂമുഖത്ത് എത്തുമ്പോൾ കാറ് പൂമുഖത്തുണ്ടായിരുന്നു. മുത്തശ്ശി, ഞാൻ ഇറങ്ങട്ടെ, ഇഷാനി ചോദിച്ചു. ശരി മോളെ, സ്നേഹത്തോടെ ദേവയാനിയമ്മ പറഞ്ഞു. ഇഷാനിയും കൊണ്ട് കാർ ഗേറ്റ് കിടക്കുമ്പോഴാണ് ശ്രീമംഗലത്തേക്ക് മറ്റൊരു കാർ കയറി വന്നു.
കാർ വന്ന് പൂമുഖത്ത് നിന്നു. കാർത്തിയുടെ കാർ കണ്ടുകൊണ്ട് മുത്തശ്ശി ചോദിച്ചു, കാർത്തി ഇന്ന് എന്താ നേരത്തെ അഞ്ജനെ? മല്ലികാമ്മ വീണ കാര്യം ഞാൻ കാർത്തിയോട് വിളിച്ചു പറഞ്ഞിരുന്നു മുത്തശ്ശി, അഞ്ജന പറഞ്ഞു. മുത്തശ്ശിയും അഞ്ജനയും പൂമുഖത്ത് കണ്ടപ്പോൾ കാർത്തി വേഗം കാറിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് വന്നു. മല്ലികാമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കാർത്തി വെപ്രാളത്തോടെ ചോദിച്ചു. മല്ലികയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾ റൂമിൽ റെസ്റ്റ് ചെയ്യുകയാണ്, മുത്തശ്ശി പറഞ്ഞു. കാർത്തി വേഗം മല്ലികയുടെ റൂമിലേക്ക് ചെന്നു. റൂമിലെത്തിയ കാർത്തി കാണുന്നത് ഫില്ലയിൽ തല താഴ്ത്തി എന്തോ ആലോചിച്ച് കിടക്കുന്ന മല്ലികയാണ്. മല്ലികാമ്മേ, കാർത്തി വിളിച്ചു. മല്ലിക തിരിഞ്ഞു നോക്കി കാർത്തിയെ കണ്ട് ആശ്ചര്യപ്പെട്ടു. വേഗം വന്ന് മല്ലികയുടെ കട്ടിലിനരികിലിരുന്നു. എന്താ മല്ലികാമേ, എന്തു പറ്റി മല്ലികാമയ്ക്ക്? അവൻ അക്ഷമയോടെ മല്ലികയോട് ചോദിച്ചു. ഒന്നുമില്ല കാർത്തിക്, നീ ഇന്ന് എന്താ ഓഫീസിൽ നിന്ന് നേരത്തെ? മല്ലിക ചോദിച്ചു. മല്ലികാമയ്ക്ക് അസുഖമാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കാർത്തിക് വന്നത്. അഞ്ജന മല്ലികാമയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ദേവയാനിയമ്മ അപ്പോൾ മുറിയിലേക്ക് വന്നു. എന്താ അഞ്ജന മോളെ ഈ കാണിച്ചത്? എന്തോരം ജോലി തിരക്കുള്ള ആളാ കാർത്തി, അവനെ നീ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാമോ? അവൻ എല്ലാ ജോലി ഉപേക്ഷിച്ച് ഓടി വന്നിരിക്കുന്നത് കണ്ടില്ലേ? മല്ലിക അഞ്ജനയെ വഴക്കു പറഞ്ഞു. അമ്മയ്ക്കെങ്കിലും ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടായിരുന്നോ? ദേവയാനിയമ്മയെ നോക്കിക്കൊണ്ട് മല്ലിക പറഞ്ഞു. എന്റെ കാര്യത്തിൽ അഞ്ജനയും കാർത്തിക്കും റിസ്ക് എടുക്കില്ല എന്ന് നിനക്കറിയത്തില്ലേ? മുത്തശ്ശി ചോദിച്ചു. കുടുംബ ഡോക്ടർ വേണു മല്ലികയുടെ റൂമിലേക്ക് വന്നു. ഇതാര്? വേണുവോ? മുത്തശ്ശി ആശ്ചര്യത്തോടെ ചോദിച്ചു. ഡോക്ടർ വേണു ദേവയാനിയമ്മയെ കണ്ട് ചിരിച്ചു. കാർത്തിക് വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ, വേണു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അഞ്ജലി വേണുവിന്റെ നേരം നോക്കി ചിരിച്ചു. വേണു വന്ന് മല്ലികയെ പരിശോധിച്ചു. കൂടെ വന്ന നേഴ്സ് മല്ലികയുടെ രക്തം എടുത്തു പരിശോധനയ്ക്കായി കൊണ്ടുപോയി. എന്താ വേണു മല്ലികയ്ക്ക്? മുത്തശ്ശി അക്ഷമയോടെ ചോദിച്ചു. ബോഡി ആകെ വീക്കാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് തലചുറ്റലുണ്ടാകുന്നത്, മുത്തശ്ശിയോട് വേണു പറഞ്ഞു. ഭക്ഷണമൊക്കെ കറക്റ്റിന് കഴിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും തലചുറ്റി വീഴും, വേണു ചിരിച്ചുകൊണ്ട് മല്ലികയോട് പറഞ്ഞു. ഫോൺ റിങ് ചെയ്ത ശബ്ദം കേട്ടപ്പോൾ കാർത്തിക് ഫോണുമായി പുറത്തേക്ക് പോയി. രക്തപരിശോധനയുടെ റിസൾട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേണു. കൊളസ്ട്രോളും ഷുഗറും കൂടി നിൽക്കുകയാണ്, അതുകൊണ്ട് മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണം. മല്ലിക ശരിയെന്ന് തലയാട്ടി. ശരി, ഞാൻ കുറച്ച് മരുന്ന് എഴുതി തരാം. കാർ വരുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് പ്രിയയും സരോജവും അങ്ങോട്ട് വന്നു. കാർ മുറ്റത്ത് വന്ന് നിന്നു. ആരാണെന്നറിയാതെ പ്രിയയും സരോജവും മുഖത്തോട് മുഖം നോക്കി. നേരത്തിനുള്ളിൽ കാറിൻ്റെ പിൻഡോർ തുറന്ന് ഇഷാനി പുറത്തേക്കിറങ്ങി. കഥ തുടർന്ന് കേൾക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.